ഹലോ ഫ്രണ്ട്സ്, 2024 SSLC ഫൈനൽ എക്സാമിന് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആകെ 19 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് 2024 SSLC എക്സാമിന് ഈ ഒരു പാഠത്തിൽ നിന്നും വന്നിട്ടുള്ളത്. അതിലെ ആദ്യത്തെ ചോദ്യം നോക്കിയാലോ. The sequence of perimeters of squares of side 1 centimeter, 2 centimeters and 3 centimeters and so on, the form an arithmetic sequence. Write the sequence. What is the common difference? വശങ്ങൾ 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ എന്നിങ്ങനെയുള്ള സമചതുരങ്ങളുടെ ചുറ്റളവുകൾ സമാന്തര ശ്രേണിയിലാണ്. സമാന്തര ശ്രേണി എഴുതുക. ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എഴുതുക. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു 3 സ്ക്വയേഴ്സ് ഉണ്ട് അഥവാ സമചതുരം. ഒന്നാമത്തെ സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് 1 സെന്റിമീറ്റർ ആണ്. രണ്ടാമത്തെ സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് 2 സെന്റിമീറ്റർ വീതമാണ്. മൂന്നാമത്തെ സ്ക്വയർ അഥവാ സമചതുരത്തിന്റെ സൈഡ് ലെങ്ത് അഥവാ വശങ്ങളുടെ നീളം 3 സെന്റിമീറ്റർ വീതമാണ്. ഇങ്ങനെ 3 സ്ക്വയേഴ്സ് അഥവാ 3 സമചതുരങ്ങളുണ്ട്. ഇവയുടെ പെരിമീറ്റേഴ്സ് അഥവാ ചുറ്റളവുകൾ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലാണ് എന്നാണ് പറയുന്നത്. ആ ഒരു സമാന്തര ശ്രേണി എഴുതാനാണ് ആദ്യത്തെ ചോദ്യം. എങ്ങനെയാണ് ആ സമാന്തര ശ്രേണി എഴുതുക? ആദ്യം തന്നെ നമുക്ക് ഈ 3 സ്ക്വയേഴ്സ് അഥവാ 3 സമചതുരങ്ങളുടെയും പെരിമീറ്റേഴ്സ് അഥവാ ചുറ്റളവ് കണ്ടുപിടിക്കണം. ഒരു സമചതുരം അഥവാ ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പെരിമീറ്റർ അഥവാ ചുറ്റളവ് ഈക്വൽ ടു 4 ഇൻറ്റു സൈഡ് ലെങ്ത്, 4 ഗുണിക്കണം വശങ്ങളുടെ നീളം. ഇതാണ് പെരിമീറ്റർ. ഒരു സമചതുരത്തിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സമചതുരത്തിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും? 4 ഇൻറ്റു 1. 4 ഇൻറ്റു 1 4. ഇനി രണ്ടാമത്തെ സമചതുരത്തിന്റെ പെരിമീറ്റർ എന്തായിരിക്കും? 4 ഇൻറ്റു 2 എത്രയാണ്? 8. മൂന്നാമത്തെ സമചതുരത്തിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എത്രയാണ്? 4 ഇൻറ്റു സൈഡ് ലെങ്ത് 3 ആണ്. 4 ഇൻറ്റു 3 12. ഇനി ഇതിനൊരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിൽ എങ്ങനെയാണ് എഴുതുക? ആദ്യം ഒന്നാമത്തെ സമചതുരത്തിന്റെ പെരിമീറ്റർ എഴുതുന്നു, കോമ. ഇനി രണ്ടാമത്തെ സ്ക്വയർ അഥവാ സമചതുരത്തിന്റെ പെരിമീറ്റർ എഴുതുന്നു 8, കോമ. മൂന്നാമത്തെ സ്ക്വയർ അഥവാ സമചതുരത്തിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എഴുതുന്നു 12, എക്സെട്ര. ഇതാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള 3 സ്ക്വയേഴ്സ് അഥവാ സമചതുരങ്ങളുടെ പെരിമീറ്റേഴ്സ് അഥവാ ചുറ്റളവിന്റെ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. നമുക്കറിയാം കോമൺ ഡിഫറൻസിനെ സ്മോൾ ലെറ്റർ ഡി കൊണ്ടാണ് സൂചിപ്പിക്കുക. കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സെക്കൻഡ് ടേം അഥവാ രണ്ടാം പദം മൈനസ് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം. ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ സെക്കൻഡ് ടേം അഥവാ രണ്ടാം പദം ഏതാണ്? 8 ആണ്. ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം ഏതാണ്? 4 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഡി ഈക്വൽ ടു 8 മൈനസ് 4. 8ൽ നിന്നും 4 പോയാൽ എത്രയാണ്? 4. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ്? 4 ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. The nth term of an arithmetic sequence is 4n plus 1. Write the common difference. Write the first term. What is the remainder obtained when the terms of this sequence is divided by 4? ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം 4n plus 1 ആണ്. ശ്രേണിയുടെ പൊതുവ്യത്യാസം എഴുതുക. ശ്രേണിയുടെ 1-ാം പദം കണ്ടെത്തുക. ഈ ശ്രേണിയിലെ പദങ്ങളെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എന്ത്? അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗം നമ്മൾ ഡെഫിനിഷൻ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ആദ്യ പദവും പൊതുവ്യത്യാസവും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം എഴുതുന്നത്? ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എങ്ങനെയാണ് കണ്ടെത്തുക? dn പ്ലസ് എഫ് മൈനസ് ഡി എന്ന ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ്. ഇതിൽ ഡിന്റെ സ്ഥാനത്ത് ഡിന്റെ വാല്യൂവും എഫിന്റെ സ്ഥാനത്ത് എഫിന്റെ വാല്യൂവും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് an പ്ലസ് ബി എന്ന രീതിയിൽ ഒരു ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം കിട്ടുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഒരു അരിത്മെറ്റിക് സീക്വൻസ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ബീജഗണിത രൂപം കണ്ടുപിടിക്കുന്നത്. ഇനി ഒരു ആൾജിബ്രായിക് ഫോം അഥവാ ഒരു ബീജഗണിത രൂപം തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് തിരിച്ച് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു ആൾജിബ്രായിക് ഫോമിന്റെ ഫോർമാറ്റ് an പ്ലസ് ബി എന്ന രീതിയിലാണ്.
എങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെയാണ് ആ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കുന്നത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്നിന്റെ കൂടെയുള്ള നമ്പർ അഥവാ സംഖ്യ ഏതാണോ അതായിരിക്കും ആ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ്. ഇവിടെ എന്നിന്റെ കൂടെ എ അല്ലേ, അതായത് കോമൺ ഡിഫറൻസ് എ ആണ്. ഇനി ഫസ്റ്റ് ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അഥവാ ആദ്യ പദം എയും ഈ ബിയും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം. ഇവിടെ മൈനസ് ആണെങ്കിലോ എ മൈനസ് ബി ചെയ്യുന്നതാണ് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം. ഓക്കെ, ഈ എൻ അങ്ങ് ക്യാൻസൽ ചെയ്ത് ബാക്കി വരുന്ന സംഖ്യകൾ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ, ഇവിടെ എന്താണോ സൈന് അതിനനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം കിട്ടും. അപ്പൊ അങ്ങനെയാണ് ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപത്തിൽ നിന്നും കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദവും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം ഏതാണ്? 4n+1 ആണ്. അങ്ങനെയെങ്കിൽ ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയായിരിക്കും? എന്നിന്റെ കൂടെയുള്ള സംഖ്യ ഏതാ? 4. ഇനി ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എന്തായിരിക്കും? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ n അങ്ങ് ക്യാൻസൽ ചെയ്യുന്നു. n ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താണ്? 4+1. 4+1 എത്രയാ? 5. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 5 ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ടേംസ് അഥവാ പദങ്ങളെ 4 കൊണ്ട്, അതായത് ഈ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമായ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടമാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഈ f=5 എന്ന് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതെന്താണ്? ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ പദം 5 ആണ്. ആ ആദ്യ പദത്തിനെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടമായിരിക്കില്ലേ അരിത്മെറ്റിക് സീക്വൻസിലെ മറ്റേത് ടേംസിനെയും 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത്? അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? റിമൈൻഡർ അഥവാ ശിഷ്ടം കണ്ടുപിടിക്കാൻ 5നെ, അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേമിനെ അഥവാ ആദ്യ പദത്തിനെ 4 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ കിട്ടുന്ന ശിഷ്ടം എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 5നെ 4 കൊണ്ട് ഹരിക്കാം. 5ൽ എത്ര 4 ഉണ്ട്? 1. 1 ഗുണിക്കണം 4, 4. 5ൽ നിന്നും 4 പോയാൽ എത്രയാണ്? 1. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേമിനെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ റിമൈൻഡർ അഥവാ ശിഷ്ടം എത്രയാണ്? 1 ആണ്. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേമിനെയും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമായ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം അഥവാ റിമൈൻഡർ എത്രയായിരിക്കും? 1 ആയിരിക്കും. അതായത് ഉത്തരം എന്താണ്? റിമൈൻഡർ അഥവാ ശിഷ്ടം എന്ന് പറയുന്നത് 1. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Consider the arithmetic sequence 8, 14, 20, etc. Is 25 a term of this sequence? Check if 144 is a term of this sequence. Prove that there are no perfect squares in this sequence. 8, 14, 20, etc. എന്ന സമാന്തര ശ്രേണി പരിഗണിക്കുക. ഈ ശ്രേണിയുടെ ഒരു പദമാണോ 25? 144 ഈ ശ്രേണിയിലെ ഒരു പദമാകുമോ എന്ന് പരിശോധിക്കുക. ഈ ശ്രേണിയിൽ പൂർണ്ണവർഗങ്ങളൊന്നും ഇല്ല എന്ന് സമർത്ഥിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി ഏതാണ്? 8, 14, 20, എക്സെട്ര. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 25, 144 ഇവയൊക്കെ, ഈ സംഖ്യകളൊക്കെ ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ പദമാകുമോ എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അരിത്മെറ്റിക് സീക്വൻസ് എന്ന പാഠം പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഒരു ചെറിയ തിയറം പഠിച്ചിരുന്നു. ഈ തിയറം യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്താണ്. എന്തായിരുന്നു ആ തിയറം? അതായത് ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ടേംസ് അഥവാ പദങ്ങളെ അതിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് തുല്യമായിരിക്കും. ഓക്കെ, അതായത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ്? സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറച്ചാൽ മതി, രണ്ടാം പദത്തിൽ നിന്നും ആദ്യ പദം കുറച്ചാൽ മതി. അതായത് 14ൽ നിന്നും 8 പോയാൽ എത്രയാണ്? 6. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ്? 6 ആണ്. ഇനി നമ്മുടെ തിയറ പ്രകാരം നമുക്ക് എന്ത് പറയാം? 8നെയും 14നെയും 20നെയും ഒക്കെ 6 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് കിട്ടുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടം എന്തായിരിക്കും? തുല്യമായിരിക്കും.
അങ്ങനെയെങ്കിൽ ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ഒരു പദമാണോ എന്ന് ചോദിച്ച് നമുക്കൊരു സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ ആ സംഖ്യനെയും നമ്മൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിക്കുന്ന സമയത്ത് ഈ സെയിം റിമൈൻഡർ ആണ് കിട്ടിയതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ സംഖ്യയും ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ പദമാണ് എന്ന് പറയാം. ഇനി സെയിം റിമൈൻഡർ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ നമ്പർ ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ പദമല്ല എന്ന് പറയാം. അപ്പൊ ആദ്യം നമുക്ക് 25ഉം 144ഉം ഈ അരിത്മെറ്റിക് സീക്വൻസിലെ പദമാണോ എന്ന് കണ്ടുപിടിക്കാൻ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്? ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഓരോ പദങ്ങളെയും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമായ 6 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലെ? എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? 25നെയും 144നെയും ഒക്കെ 6 കൊണ്ട് ഹരിച്ചു നോക്കണം. എന്നിട്ട് എത്രയാണ് റിമൈൻഡർ എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും ഒരു ടേം എടുത്ത് അതിനെ നമുക്ക് 6 കൊണ്ട് ഹരിച്ച് എത്രയാണ് റിമൈൻഡർ കിട്ടുന്നത് എന്ന് പരിശോധിക്കാം. ഞാൻ ഇവിടെ ആദ്യത്തെ ടേമിനെ തന്നെയാണ് എടുക്കുന്നത്. 8. 8നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ്? 8ൽ എത്ര 6 ഉണ്ട്? 1. 1 ഗുണിക്കണം 6 6. 8ൽ നിന്നും 6 പോയാൽ എത്രയാണ്? 2. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേമിനെയും അഥവാ ഏതൊരു പദത്തെയും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമായ 6 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടം എത്രയായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് 25 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേം ആണോ എന്ന് നോക്കണം. അതെങ്ങനെയാണ് നോക്കുക? 25നെയും നമുക്ക് 6 കൊണ്ട് ഹരിക്കാം. 2ൽ 6 ഉണ്ടോ? ഇല്ല. 25ൽ എത്ര 6 ഉണ്ട്? 4. 4 ഗുണിക്കണം 6 എത്രയാ? 24. 25ൽ നിന്നും 24 പോയാൽ 1. അതായത് 25നെ 6 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയ റിമൈൻഡർ അഥവാ ശിഷ്ടം എത്രയാണ്? 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 25 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു പദമല്ല. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? 144 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ പദമാണോ എന്നാണ് ചോദ്യം. അപ്പൊ ഇതിന് നമുക്ക് നോ എന്ന് ഉത്തരം എഴുതാം. കാരണം എന്താണ്? 25നെ 6 കൊണ്ട് ഹരിച്ചപ്പോൾ റിമൈൻഡർ അഥവാ ശിഷ്ടം നമുക്ക് 2 കിട്ടിയില്ല. ഇനി രണ്ടാമത്തെ നമുക്ക് 144 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേം ആണോ എന്ന് നോക്കണം. 1ൽ 6 ഉണ്ടോ? ഇല്ല. 14ൽ എത്ര 6 ഉണ്ട്? 2. 2 ഗുണിക്കണം 6 12. 1ൽ നിന്ന് 1 പോയാൽ 0 ആണ്. 4ൽ നിന്നും 2 പോയാൽ 2. 4 ഇറക്കി എഴുതി. 24ൽ എത്ര 6 ഉണ്ട്? 4. 4 ഗുണിക്കണം 6 24. 24ൽ നിന്ന് 24 പോയാൽ 0. അതായത് 144നെ 6 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡർ അഥവാ ശിഷ്ടം എത്രയാണ്? 0 ആണ്, 2 അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 144 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേം അല്ല. കാരണമായിട്ട് എന്താണ് പറയുക? 144നെ 6 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ ശിഷ്ടം 2 അല്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? പ്രൂവ് ദാറ്റ് ദർ ആർ നോ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇൻ ദിസ് സീക്വൻസ്. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അഥവാ ഒരു പൂർണ്ണ വർഗ്ഗങ്ങളും ഇല്ല എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അഥവാ പൂർണ്ണ വർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്? 1ന്റെ സ്ക്വയർ എത്രയാണ്? 1. 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. 3ന്റെ സ്ക്വയർ 9. 4ന്റെ സ്ക്വയർ 16. 5ന്റെ സ്ക്വയർ 25 എക്സെട്ര. ഇതിൽ 1, 4, 9, 16, 25 ഇവയാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അഥവാ പൂർണ്ണ വർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവയൊന്നും ഈ അരിത്മെറ്റിക് സീക്വൻസ് 8, 14, 20 എക്സെട്ര ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ഇല്ല എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ 25 ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ഇല്ല. അതുപോലെ 12ന്റെ സ്ക്വയർ ആണ് 144 എന്ന് പറയുന്നത്. 144 ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ഇല്ല എന്നൊക്കെ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ കുറച്ച് സംഖ്യകൾ, ആദ്യത്തെ കുറച്ച് സംഖ്യകൾ എടുത്ത് 6 കൊണ്ട് ഹരിക്കണം. ഓക്കെ, 6 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ 2 ഒരിക്കലും കിട്ടില്ല. കാരണം ഇവിടെ നമുക്ക് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് ഒരു പെർഫെക്റ്റ് സ്ക്വയേഴ്സും ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ഇല്ല എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? മറ്റ് റിമൈൻഡേഴ്സ് അഥവാ ശിഷ്ടങ്ങളാണ്, 2 അല്ലാത്ത മറ്റ് നമ്പേഴ്സ് ആണ് റിമൈൻഡേഴ്സ് അഥവാ ശിഷ്ടങ്ങളായിട്ട് നമുക്ക് കിട്ടുക. സോ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അഥവാ ഒരു പൂർണ്ണ വർഗ്ഗങ്ങളും ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ഇല്ല എന്ന് പ്രൂവ് ചെയ്യാം. 1നെ 6 കൊണ്ട് ഹരിക്കാം. 1ൽ എത്ര 6 ഉണ്ട്? 6 ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഡെസിമൽ പോയിന്റ് ഇട്ടു. ഇവിടെ നമുക്ക് അപ്പൊ ഒരു 0 ഇട്ട് കൊടുക്കാം. 10ൽ എത്ര 6 ഉണ്ട്? 1. 1 ഗുണിക്കണം 6 എത്രയാ? 6. 10ൽ നിന്നും 6 പോയാൽ 4. അതായത് 1നെ 6 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയ റിമൈൻഡർ അഥവാ ശിഷ്ടം 4 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 1 ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലില്ല. ഇനി അടുത്ത സംഖ്യ 4. 4നെ നമുക്ക് 6 കൊണ്ട് ഹരിക്കണം. 4ൽ എത്ര 6 ഉണ്ട്? 4ൽ 6 ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. 40ൽ എത്ര 6 ഉണ്ട്? 6. 6 ഗുണിക്കണം 6 36. 40ൽ നിന്ന് 36 പോയാൽ എത്രയാണ്? 4.
അതായത് 4നെ 6 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ശിഷ്ടം അഥവാ റിമൈൻഡർ എത്രയാണ്? 4 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 4ഉം ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ഇല്ല. അടുത്തത് 9. 9നെ 6 കൊണ്ട് ഹരിക്കുകയാണ്. 9ൽ എത്ര 6 ഉണ്ട്? 1. 1 ഗുണിക്കണം 6 6. 9ൽ നിന്നും 6 പോയാൽ എത്രയാ? 3. 9നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ശിഷ്ടം 3 ആണ്. ഇനി അടുത്ത സംഖ്യ 16. 16നെ നമ്മൾ 6 കൊണ്ട് ഹരിക്കുകയാണ്. 16ൽ എത്ര 6 ഉണ്ട്? 2. 2 ഗുണിക്കണം 6 12. 16ൽ നിന്നും 12 പോയാൽ എത്രയാണ്? 4. ഓക്കെ, അപ്പൊ അതായത് 16നെ 6 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡർ എത്രയാണ്? 4 ആണ്. ഇനി 25നെ നമ്മൾ ഓൾറെഡി 6 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? ശിഷ്ടം 1 ആണ്. അപ്പൊ 25ഉം ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേം അല്ല. ഇപ്പൊ നമ്മൾ ഇവിടെ കൊടുത്ത കുറെ സംഖ്യകൾ, കുറെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അഥവാ പൂർണ്ണവർഗങ്ങൾ 6 കൊണ്ട് ഹരിച്ചപ്പോഴൊന്നും നമുക്ക് റിമൈൻഡർ അഥവാ ശിഷ്ടം എന്തല്ല കിട്ടിയത്? 2 അല്ല കിട്ടിയത്. സോ നമുക്ക് എന്ത് പറയാം? ഹെൻസ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദർ ആർ നോ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇൻ ദിസ് സീക്വൻസ്. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിൽ ഒരു പൂർണ്ണവർഗങ്ങളും ഇല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The third term of an arithmetic sequence is 26 and its eighth term is 61. Find the common difference of the sequence. What is its first term? Write the algebraic form of the sequence. Find the sum of the first 15 terms of the sequence. ഒരു സമാന്തര ശ്രേണിയുടെ മൂന്നാം പദം 26ഉം എട്ടാം പദം 61ഉം ആകുന്നു. ശ്രേണിയുടെ പൊതുവ്യത്യാസം കണ്ടെത്തുക. ഈ ശ്രേണിയുടെ ഒന്നാം പദം എന്ത്? ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. ഈ ശ്രേണിയുടെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക കണക്കാക്കുക. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ തേർഡ് ടേം അഥവാ മൂന്നാം പദം 26 ആണ്. രണ്ടാമതായിട്ട് എയ്ത്ത് ടേം അഥവാ എട്ടാം പദം 61 ആണ്. ഇനി ആദ്യത്തെ ചോദ്യം എന്താണ്? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനാണ്. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ 2 ടേംസും അവയുടെ പൊസിഷൻസും തന്നു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കാണാൻ നമ്മൾ ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. എന്താണത്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് അഥവാ പദവ്യത്യാസം, പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ടേം ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, പദങ്ങളുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഏതൊക്കെയാണ് ടേംസ്? 61ഉം 26ഉമാണ് ടേംസ്. അപ്പോ 61 മൈനസ് 26 ഡിവൈഡഡ് ബൈ, ഇനി 61ന്റെ പൊസിഷൻ വേണം ആദ്യം തന്നെ എഴുതാനായിട്ട്. 8 മൈനസ് 26ന്റെ പൊസിഷൻ ഏതാ? സ്ഥാനം 3. ഇനി 61ൽ നിന്നും 26 പോയാൽ 35, 8ൽ നിന്നും 3 പോയാൽ 5. 35 ഹരിക്കണം 5 എത്രയാണ്? 7. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ്? 7 ആണ്. അടുത്തതായി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദമാണ്. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസവും ഒരു ടേമും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് nth ടേമിന്റെ ഇക്വേഷൻ പ്രകാരം അഥവാ n-ാം പദത്തിന്റെ ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. nth ടേം കാണാനുള്ള ഇക്വേഷൻ എന്താ? f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദമാണ്. n എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണോ അതാണ് n എന്ന് പറയുന്നത്. ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം കണ്ടെത്താനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് 2 ടേംസ് തന്നിട്ടുണ്ട്. തേർഡ് ടേം 26 ആണെന്നും എയ്ത്ത് ടേം 61 ആണെന്നും തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ തേർഡ് ടേം ആണ് എടുക്കുന്നത്. അതായത് തേർഡ് ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? തേർഡ് ടേം ഈക്വൽ ടു എഫ് നമുക്കറിയില്ല, അതുകൊണ്ട് അതുപോലെ എഴുതുന്നു. പ്ലസ് n എന്താണ്? മൂന്നാമത്തെ പദമല്ലേ, അതുകൊണ്ട് n 3. 3 മൈനസ് 1 ഇൻറ്റു ഡി എത്രയാണ്? 7 ഈക്വൽ ടു എഫ് പ്ലസ് 3ൽ നിന്ന് 1 പോയാൽ 2. 2 ഇൻറ്റു 7 എത്രയാ? 14 ഈക്വൽ ടു തേർഡ് ടേം എത്രയാണ്? 26 ആണെന്ന് തന്നിട്ടുണ്ട്. എഫ് പ്ലസ് 14 ഈക്വൽ ടു 26. ഇതിൽ നിന്നും എഫിന്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? എഫ് ഈക്വൽ ടു 26. ഈ പ്ലസ് 14 ഈ സൈഡിലേക്ക് പോയാൽ മൈനസ് 14. 26ൽ നിന്നും 14 പോയാൽ എത്രയാണ്? 12. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എത്രയാണ്? 12 ആണ്.
മൂന്നാമത്തെ ചോദ്യം എന്താണ്? റൈറ്റ് ദ ആൾജിബ്രായിക് ഫോം ഓഫ് ദ സീക്വൻസ്. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതാനാണ്. ആൾജിബ്രായിക് ഫോം കാണാൻ നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. എന്താണ്? dn പ്ലസ് f മൈനസ് d. ഇതിൽ d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. f എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദമാണ്. ഇവിടെ നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസും അറിയാം, ഫസ്റ്റ് ടേമും അറിയാം. കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 7 ആണ്. ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 12 ആണ്. ഇനി നേരിട്ട് നമുക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. ഡിന്റെ സ്ഥാനത്ത് 7n പ്ലസ് f എന്താണ്? 12 മൈനസ് 7 ഈക്വൽ ടു 7n പ്ലസ് 12ൽ നിന്നും 7 പോയാൽ എത്രയാണ്? 5. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എത്രയാണ്? 7n പ്ലസ് 5, 7n പ്ലസ് 5 എന്നാണ്. ക്ലിയർ ആയില്ലേ? ഇനി നാലാമത്തെ ചോദ്യം എന്താണ്? ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 15 ടേംസ് ഓഫ് ദ സീക്വൻസ്. ഈ ശ്രേണിയുടെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക കണക്കാക്കുക. അതിനുള്ള ഇക്വേഷൻ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര എന്ന പാഠഭാഗത്തിൽ, അതായത് SSLC മാത്സിലെ 3ാമത്തെ ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. ആ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിന്റെ ഉത്തരം എഴുതുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ? കൺസിഡർ ദ സീക്വൻസ് 2, 6, 18, 54 എക്സെട്ര. ഇവിടെ നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട്. 2, 6, 18, 54 എക്സെട്ര. ഈ ഒരു ശ്രേണിയുടെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 2 ആണ്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഈ 2നോട് 3 ഗുണിച്ചതാണ് 6. തേർഡ് ടേം അഥവാ മൂന്നാം പദം എന്ന് പറയുന്നത് ഈ 6നോട് വീണ്ടും 3 ഗുണിച്ചതാണ് 18. നാലാമത്തെ പദം അഥവാ ഫോർത്ത് ടേം എന്ന് പറയുന്നത് ഈ 18നോട് വീണ്ടും 3 ഗുണിച്ചതാണ് 54. അപ്പോ ഈ ഒരു സീക്വൻസ് അഥവാ ഈ ഒരു ശ്രേണി വന്നിട്ടുള്ളത് എങ്ങനെയാണ്? 3 ഗുണിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ശ്രേണി എഴുതിയിട്ട് 2ന്റെ കൂടെ 3 ഗുണിച്ചപ്പോൾ 6 കിട്ടി, 6ന്റെ കൂടെ വീണ്ടും 3 ഗുണിച്ചപ്പോൾ 18 കിട്ടി, 18ന്റെ കൂടെ വീണ്ടും 3 ഗുണിച്ചപ്പോൾ 54 കിട്ടി. അപ്പൊ 3 എന്നൊരു സംഖ്യ ഗുണിച്ചിട്ടാണ് ഈ ഒരു സീക്വൻസ് അഥവാ ഈ ഒരു ശ്രേണി എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ഓക്കെ, ഇനി സീക്വൻസസ് സ്റ്റാർട്ടിംഗ് ഫ്രം വിത്ത് എ നോൺ സീറോ നമ്പർ ആൻഡ് ഈച്ച് സക്സീഡിംഗ് ടേം got by multiplying the preceding term by a fixed number except 0 are called geometric sequences അഥവാ സമഗുണിത ശ്രേണികൾ. എന്താണ് സമഗുണിത ശ്രേണികൾ? നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്താണെന്നാണ് പഠിച്ചത്. ഒരു പ്രത്യേക സംഖ്യ കൂട്ടി എഴുതുന്നതാണ് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. ജിയോമെട്രിക് സീക്വൻസ് അഥവാ സമഗുണിത ശ്രേണികൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രത്യേക സംഖ്യയെ ഗുണിച്ച് എഴുതുന്ന സീക്വൻസസുകളെയാണ് നമ്മൾ ജിയോമെട്രിക് സീക്വൻസ് അഥവാ സമഗുണിത ശ്രേണികൾ എന്ന് പറയുന്നത്. ദ ഫിക്സഡ് നമ്പർ മൾട്ടിപ്ലൈഡ് ഇസ് ദ കോമൺ റേഷ്യോ ഓഫ് ദ സീക്വൻസ്. അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിൽ നമ്മൾ അങ്ങനെ കൂട്ടി എഴുതുന്ന ആ നമ്പറിനെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ആ ഒരു ഗുണിച്ച് എഴുതുന്ന നമ്പറിനെ കോമൺ റേഷ്യോ അഥവാ പൊതുഗുണകം എന്നാണ് പറയുക. Thus, in the geometric sequence 2, 6, 18, 54, the first term is 2. അതായത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള 2, 6, 18, 54 എക്സെട്ര എന്ന ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ്, ഈ ഒരു ജിയോമെട്രിക് സീക്വൻസ് അഥവാ സമഗുണിത ശ്രേണിയിൽ ആദ്യ പദം ഏതാ? 2 ആണ്. ഫസ്റ്റ് ടേം 2 ആണ്. കോമൺ റേഷ്യോ അല്ലെങ്കിൽ പൊതുഗുണകം എന്താണ്? 3 ആണ്. കാരണം 3നെ ഗുണിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സീക്വൻസ് എഴുതുന്നത്. അതുകൊണ്ട് കോമൺ റേഷ്യോ അഥവാ പൊതുഗുണകം 3 ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്കൊരു ഫ്രേസ് തന്നിരിക്കുകയാണ്. ഈ ഒരു ഫ്രേസ് നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം അടിയിൽ തന്നിട്ടുള്ള 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ദ ഫസ്റ്റ് ടേം ഓഫ് എ ജിയോമെട്രിക് സീക്വൻസ് ഈസ് 3 ആൻഡ് ദ കോമൺ റേഷ്യോ ഈസ് 2. ഫൈൻഡ് ഇറ്റ്സ് സെക്കൻഡ് ആൻഡ് തേർഡ് ടേംസ്. അതായത് ഒരു ജിയോമെട്രിക് സീക്വൻസ് എഴുതാനാണ് പറയുന്നത്. ആ ജിയോമെട്രിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 3 ആണെന്ന് തന്നിട്ടുണ്ട്. അതിന്റെ കോമൺ റേഷ്യോ 2 ആണ്. അതായത് ഗുണിച്ച് പോവേണ്ട നമ്പർ 2 ആണ്. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ടല്ലോ കോമൺ റേഷ്യോ 2 ആണെന്ന്. അപ്പൊ നമുക്ക് 3നെ 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ എത്രയാ? 6. അതാണ് സെക്കൻഡ് ടേം. ഇനി 6നെ വീണ്ടും 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ എത്രയാണ്? 6 ഗുണിക്കണം 2 12. 12നെ വീണ്ടും 2 കൊണ്ട് ഗുണിച്ചാൽ 24. അങ്ങനെയാണ് ഈ ഒരു സീക്വൻസ് അഥവാ ഈ ഒരു ശ്രേണി പോകുന്നത്. അതായത് ഇവിടെ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് സെക്കൻഡ് ആൻഡ് തേർഡ് ടേം ആണ്. സെക്കൻഡ് ടേം അഥവാ 2ാം പദം 6 ആണ്. തേർഡ് ടേം അഥവാ 3ാം പദം 12 ആണ്. ഇനി 4ഉം 5ഉം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 12ന്റെ കൂടെ വീണ്ടും 2 ഗുണിക്കും. അപ്പൊ 24 കിട്ടും. 24ന്റെ കൂടെ വീണ്ടും 2 ഗുണിക്കും. അപ്പൊ എത്രയാ? 48.
ഇങ്ങനെയാണ് ഈ ഒരു സീക്വൻസ്, ഈ ഒരു ജിയോമെട്രിക് സീക്വൻസ് അഥവാ സമഗുണിത ശ്രേണി എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ജിയോമെട്രിക് സീക്വൻസ്. ഇവിടെ 3 സീക്വൻസുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ജിയോമെട്രിക് സീക്വൻസ് അഥവാ സമഗുണിത ശ്രേണികൾ എന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പൊ ആദ്യത്തേത് നോക്കാം. 2, 4, 6, 8 എക്സെട്ര, ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ 2, 4 ആവണമെങ്കിൽ ഏത് സംഖ്യ കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 2നെ 2 ഗുണിക്കണം 2 ചെയ്താൽ 4 കിട്ടും അല്ലെ? അപ്പൊ വീണ്ടും 4 ഗുണിക്കണം 2 ചെയ്താൽ 8 അല്ലേ വേണ്ടത്? ഇവിടെ 6 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതൊരു ജിയോമെട്രിക് സീക്വൻസ് അല്ല. അപ്പൊ ഒന്നാമത്തത് ജിയോമെട്രിക് സീക്വൻസ് അഥവാ സമഗുണിത ശ്രേണി അല്ല എന്ന് പറയാം. ഇനി രണ്ടാമത്തത് നോക്കാം. 2, 4, 8, 16 എക്സെട്ര. 2നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 4 കിട്ടി. 4നെ വീണ്ടും 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 8 കിട്ടി. 8നെ വീണ്ടും 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 16 കിട്ടി. അതായത് ഈ ഒരു സീക്വൻസ് കംപ്ലീറ്റ് പോകുന്നത് 2 ഗുണിച്ചുകൊണ്ടാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതൊരു ജിയോമെട്രിക് സീക്വൻസ് അഥവാ സമഗുണിത ശ്രേണിയാണെന്ന് പറയാം. ഓക്കെ, കാരണം എന്താണ്? എല്ലാ ടേമിനെയും 2 കൊണ്ട് ഗുണിച്ചിട്ടാണ് അടുത്ത ടേം എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തേത് നോക്കാം. മൂന്നാമത്തെ എന്താ? 1, 4, 9, 16 എക്സെട്ര. 1നെ എന്ത് ചെയ്യുമ്പോഴാണ് 4 ആവുക? 1നെ 4 കൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ 4 കിട്ടുക. ഇനി 4നെ വീണ്ടും 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എത്രയാണ് കിട്ടേണ്ടത്? 4 ഗുണിക്കണം 4 16 ആണ് വരേണ്ടത്. ഇവിടെ എന്താണ്? 9 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതും ഒരു ജിയോമെട്രിക് സീക്വൻസ് അഥവാ സമഗുണിത ശ്രേണി അല്ല എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഉത്തരം എന്താണ്? ഈ സെക്കൻഡ് വൺ ആണ് ആൻസർ. ഇനി സി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോമൺ റേഷ്യോ ഓഫ് ദ ജിയോമെട്രിക് സീക്വൻസ് 5, 20, 80, 320? അതായത് 5, 20, 80, 320. ഇതാണ് നമ്മുടെ സീക്വൻസ്. 5, 20, 80, 320 എക്സെട്ര. ഇതാണ് നമ്മുടെ സീക്വൻസ്. ഈ ഒരു ജിയോമെട്രിക് സീക്വൻസ് അഥവാ സമഗുണിത ശ്രേണിയുടെ കോമൺ റേഷ്യോ അഥവാ പൊതുഗുണകം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമുക്ക് ഇവിടെ കോമൺ റേഷ്യോനെ സ്മോൾ ലെറ്റർ R കൊണ്ട് സൂചിപ്പിക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ 5ന്റെ കൂടെ ആ കോമൺ റേഷ്യോ ഗുണിക്കുന്ന സമയത്തല്ലേ നമുക്ക് 20 കിട്ടുക. 20ന്റെ കൂടെ വീണ്ടും ആ കോമൺ റേഷ്യോ ഗുണിക്കുമ്പോഴാണ് നമുക്ക് 80 കിട്ടുക. 80ന്റെ കൂടെ വീണ്ടും ആ കോമൺ റേഷ്യോ ഗുണിക്കുമ്പോഴാണ് 320 കിട്ടുക അല്ലെ? അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ആദ്യത്തെ ടേമിന് 5നെ ആ ഒരു കോമൺ റേഷ്യോ കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് നമുക്ക് 20 കിട്ടുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 5 ഗുണിക്കണം 6 ഈക്വൽ ടു 20. ഇതിൽ നിന്നും നമുക്ക് 6 കണ്ടുപിടിച്ചൂടെ? 6 ഈക്വൽ ടു 20. ഈ 5 സൈഡിലേക്ക് പോയാൽ ഹരിക്കണം 5. 20 ഹരിക്കണം 5 എത്രയാ? 4. അതായത് ഈ ഒരു ജിയോമെട്രിക് സീക്വൻസ് അഥവാ സമഗുണിത ശ്രേണിയുടെ കോമൺ റേഷ്യോ എത്രയാണ് വരിക? പൊതുഗുണകം 4. അടുത്ത ചോദ്യം, റൈറ്റ് ദ നെക്സ്റ്റ് ടേം ഓഫ് ദ ജിയോമെട്രിക് സീക്വൻസ് 3, 9, 27 എക്സെട്ര. 3, 9, 27 എക്സെട്ര. ഈ ഒരു ജിയോമെട്രിക് സീക്വൻസ് അഥവാ സമഗുണിത ശ്രേണിയുടെ 4ാമത്തെ പദം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 3ന്റെ കൂടെ എന്ത് ചെയ്താലാണ് നമുക്ക് 9 കിട്ടുക? 3ന്റെ കൂടെ 3നെ തന്നെ ഗുണിച്ചാലാണ് നമുക്ക് 9 കിട്ടുക. 9നെ നമ്മൾ വീണ്ടും 3 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 9 ഗുണിക്കണം 3 27 കിട്ടി. ഇനി 27നെ വീണ്ടും 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടേം കിട്ടില്ലേ? അപ്പൊ 27 ഗുണിക്കണം 3. 7 ഗുണിക്കണം 3 എത്രയാ? 21. 3 ഇൻറ്റു 2 6 ആണ്. 6 കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 8. അതായത് നമുക്ക് എന്ത് കിട്ടി? 81. അപ്പൊ 4ാമത്തെ ടേം അല്ലെങ്കിൽ നെക്സ്റ്റ് ടേം എത്രയാണ്? 81 ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്രയും ചോദ്യങ്ങളാണ് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും 2024 SSLC എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ 2023 SSLC മാത്സ് എക്സാമിന് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്യുന്നതാണ്. Stay tuned for next video. Thank you.